നമസ്കാരം. സൗദി അറേബ്യയുടെ മണ്ണ് ഒരു നയതന്ത്ര മണ്ണായി മാറുകയാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കയും റഷ്യയും ഉക്രൈനും എല്ലാം സൗദി മണ്ണിലേക്ക് കടന്നു വന്ന് അവർക്ക് തമ്മിലുള്ള പ്രശ്നം, പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കാനുള്ള കൊടുമ്പിരി കൊണ്ട ചർച്ചകളിലാണ്. ഇപ്പോഴിതാ മൂന്നാം റൗണ്ട് ചർച്ചയാണ്. 2 റൗണ്ട് കഴിഞ്ഞു. സൗദി അറേബ്യയിൽ റിയാദിലും ജിദ്ദയിലുമൊക്കെ വെച്ച് ആദ്യം അമേരിക്കൻ പ്രതിനിധികൾ ഉക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രതിനിധികളുമായി സംസാരിച്ചു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും എല്ലാം സെർജി ലാവ്റോവും എല്ലാം തമ്മിൽ കൂടിക്കണ്ടു. മാത്രമല്ല ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ ഈ വെടിനിർത്തൽ സാധ്യമാകുന്നതിൻ്റെ രീതികളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ എല്ലാവരുടെയും നെറ്റിച്ചൊടിഞ്ഞു. ഉക്രൈൻ എന്തുകൊണ്ട് അവിടെ ഒരു സ്ഥാനം ഉണ്ടായില്ല? അത് പരിഹരിച്ചുകൊണ്ട് 2ാം റൗണ്ടിൽ അമേരിക്കയും ഉക്രൈനും കൂടി സംസാരിച്ചു, അതും സൗദി അറേബ്യയുടെ മണ്ണിൽ വെച്ച്. അപ്പോൾ അവിടെയും പൂർണ്ണമായ ഒരു ധാരണ ഉണ്ടായില്ല. 2 കൂട്ടരും കടുംപിടുത്തം, റഷ്യയുടെ ഭാഗത്തും ഉക്രൈൻ്റെ ഭാഗത്തും കടുംപിടുത്തം തുടരുമ്പോൾ അവിടെ അമേരിക്ക ഒരു മധ്യസ്ഥൻ എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഒരു അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപിന് ഉണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെയും പുടിൻ്റെയും ഉത്തരം. കാരണം പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സവിശേഷമായ ബന്ധം. പക്ഷേ അതത്ര ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വേദനയോടുകൂടി മനസ്സിലാക്കുന്നു. കാരണം ഒന്ന് സ്വിച്ചിട്ടാൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ല പുടിൻ്റെ റഷ്യ. അല്ലാതെ ഞാൻ അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ തലേന്ന് തന്നെ പശ്ചിമേഷ്യയിലെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണം, വെടിനിർത്തലുണ്ടാവണം എന്നത് ഇരുകൂട്ടരും അംഗീകരിച്ച അത്ര ക്ഷിപ്രസാധ്യമല്ല അത് എന്ന് ഇപ്പോൾ ട്രംപ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി പ്രായോഗികമായ തലത്തിലേക്ക് ചർച്ചകൾ നീളുന്നു. ഇപ്പോഴിതാ 2 രാഷ്ട്രങ്ങളും എത്തിയിരിക്കുന്നു പ്രതിനിധികളുമായി. അറബി മണ്ണിൽ, സൗദി അറേബ്യയുടെ മണ്ണിൽ റഷ്യൻ പ്രതിനിധി സംഘവും ഉക്രൈൻ പ്രതിനിധി സംഘവും ഒരുമിച്ചെത്തിയിരിക്കുന്നു. വെവ്വേറെ അമേരിക്ക ഇവരോട് ചർച്ച ചെയ്യുകയാണ്. 3ാം റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ റഷ്യയുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഉറപ്പുകളാണ് റഷ്യക്ക് ആവശ്യം. ഒന്ന്, നെയ്റ്റോ സഖ്യത്തിൽ യുക്രൈൻ എന്ന രാജ്യത്തെ ചേർക്കുകയില്ല. നെയ്റ്റോയുടെ സൈന്യങ്ങൾ യുക്രൈൻ്റെ മണ്ണിൽ പ്രവേശിക്കില്ല. റഷ്യൻ താൽപ്പര്യങ്ങൾക്ക് എതിരായി യുക്രൈൻ പ്രവർത്തിക്കില്ല. ഈ വക ഉറപ്പുകളാണ് റഷ്യ തേടുന്നത്. 2, ഉക്രൈൻ തേടുന്ന ഉറപ്പുകൾ. റഷ്യ ഉക്രൈൻ്റെ ഭൂമി അധിനിവേശപ്പെടുത്തി. 2014 ക്രൈമിയയും ഇപ്പോൾ കഴിഞ്ഞ 2022 മുതൽ തുടരുന്ന 22 ഫെബ്രുവരി മുതൽ തുടരുന്ന യുദ്ധത്തിൽ കിഴക്കൻ മേഖല, ഡൊണസ്ക് മേഖല, ലുഹാൻസ് മേഖല, അങ്ങനെ അടങ്ങുന്ന ഡോൺബാസ് എന്ന് പറയുന്ന ആ മേഖലയുടെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം റഷ്യയുടെ കയ്യിലാണ്. ആ ഭാഗങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ വംശജരായ ആളുകളുള്ളത് അത് കൈവശം വെക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നു. അത് പൂർണ്ണമായി തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കണം എന്ന ഉക്രൈൻ്റെ ഒരു ആവശ്യം, അത് ജെനുവിൻ ഡിമാൻഡുമാണ്. അതാണ് വലിയ കീറാമുട്ടി. പക്ഷേ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഭാഗികമായ 30 ദിവസത്തെ വെടിനിർത്തലുണ്ട്. ആ വെടിനിർത്തൽ സമഗ്രമായ വെടിനിർത്തൽ എന്ന് പറയാനാവില്ല. അത് പരസ്പരം വ്യാപാര കപ്പലുകളെ യുക്രൈനും റഷ്യയും ആക്രമിക്കില്ല. കരിങ്കടലിൽ വെച്ച് ഈ ആക്രമണങ്ങൾക്ക് മൊറട്ടോറിയം, അതൊന്ന്. 2, പരസ്പരം ഊർജ നിലയങ്ങൾ. റഷ്യയ്ക്കും യുക്രൈനും ഊർജ ഉപാധികളുണ്ട്. ഹൈഡ്രോകാർബൺ വലിയ നിക്ഷേപമുണ്ട്, റിഫൈനറികളുണ്ട്, റിഗുകളുണ്ട്. ഇത് പരസ്പരം ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗികമായ ഉറപ്പുകൾ, സപ്ലൈ ലൈൻസ്, വൈദ്യുതി ബന്ധങ്ങൾ, വൈദ്യുതി ലൈനുകൾ, ഇതിനെയൊന്നും ആക്രമിക്കില്ല. ഇങ്ങനെയുള്ള ഭാഗികമായ ഉറപ്പുകളാണ്. അല്ലാതെ ഈ പിടിച്ചെടുത്ത പ്രദേശം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടി പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ്. എങ്ങനെയെങ്കിലും സമഗ്രമായ വെടിനിർത്തൽ കരാറും ശാന്തതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ ആദ്യം റഷ്യയുമായി സംസാരിച്ചു, പിന്നീട് ഉക്രൈനുമായി മാത്രം സംസാരിച്ചു, പിന്നീട് ഇപ്പോൾ റഷ്യയുമായും ഉക്രൈനുമായും വെവ്വേറെ ഒരേ സമയത്ത് തന്നെ വെവ്വേറെ സംസാരിക്കുന്നു. ഇനി 4ാം ഘട്ടത്തിലാകും ഒരുപക്ഷെ യുക്രൈൻ്റെ പ്രതിനിധികളെയും റഷ്യയുടെ പ്രതിനിധികളെയും ഒരുമിച്ച് ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി സംസാരിക്കാൻ തക്ക രീതിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ടോ
അത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം ട്രംപിൻ്റെ വിരട്ടൽ കുറേയൊക്കെ ഫലിക്കുന്നുണ്ട്. അത് ഉക്രൈൻ്റെ നേരെ ഫലിക്കും. സെലൻസ്കിയെ നാണം കെടുത്തി വൈറ്റ് ഹൗസിലെ സെലൻസ്കിയുടെ കടന്നുവരവും അവിടെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് JD വാൻസും കാട്ടിക്കൂട്ടിയ വലിയ തോതിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ നമ്മളെല്ലാം കണ്ടതാണ്. വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഒരുപക്ഷേ ഉക്രൈനിയൻ പ്രസിഡന്റിന്. അദ്ദേഹം നിവൃത്തികേടുകൊണ്ട് അമേരിക്കയുടെ ആ ഒരു ധാതു കരാർ, അമേരിക്ക മുന്നോട്ട് വെച്ച ആ ഒരു മിനറൽ ഡീൽ, അത് എഗ്രി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് ഉക്രൈനെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഉക്രൈൻ ഇപ്പോഴും ഒരു പിടിവള്ളിയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉക്രൈൻ പൂർണ്ണമായി അമേരിക്കൻ പദ്ധതിക്ക് കീഴടങ്ങാതെ നിൽക്കുന്നതിന് പിന്നിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാണ് യൂറോപ്യൻ യൂണിയൻ. അമേരിക്കയുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴില്ലേ ഇല്ല. നെയ്റ്റോയ്ക്കുള്ള അമേരിക്കൻ സഹായവും കുറച്ചുകൊണ്ട് വരികയാണ്. യൂറോപ്യൻ യൂണിയന് യാതൊരു ബന്ധവും യൂറോപ്യൻ യൂണിയനോട് വേണ്ട എന്ന രീതിയിൽ അമേരിക്ക മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും വലിയ ചിന്തകളിലാണ്, വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇവർ രണ്ടുപേരും, ഈ ബ്രിട്ടനും ഫ്രാൻസും ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളുമാണ്. പല ആഗോള തീരുമാനങ്ങളിലും ഒരുപക്ഷെ അമേരിക്കൻ പക്ഷത്ത് എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ള രാജ്യങ്ങളാണ് ഫ്രാൻസും ബ്രിട്ടനും, പ്രത്യേകിച്ചും ബ്രിട്ടൻ. പക്ഷേ ഇപ്രാവശ്യം ഈ റൗണ്ട് ഓഫ് കാര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകമായ ഒരു താല്പര്യവും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സാന്നിധ്യവും സഹകരണവും വേണ്ട എന്നാണ് ട്രംപിൻ്റെ തീരുമാനം. അമേരിക്ക ഒറ്റയ്ക്കതങ്ങ് പരിഹരിച്ചു കൊള്ളാം. അത് അംഗീകരിക്കാൻ പലപ്പോഴും യൂറോപ്യൻ യൂണിയന് ബുദ്ധിമുട്ടാവും. കാരണം റഷ്യ ഉയർത്തുന്ന വെല്ലുവിളി അമേരിക്കയ്ക്കല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായി റഷ്യയോട് അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്, അല്ലെ റഷ്യയുടെ അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് യഥാർത്ഥ ഭീഷണി. അങ്ങനെ ട്രംപും പുടിനും തമ്മിൽ എഗ്രി ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നമല്ല യുക്രൈൻ്റെ വിഷയം എന്ന് മറ്റാരേക്കാളും നന്നായി യൂറോപ്യൻ നേതാക്കൾക്കറിയാം. അതുകൊണ്ട് ഈ മൂന്നാം റൗണ്ട് ചർച്ചകളിലും യൂറോപ്യൻ യൂണിയന് പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ നെയ്റ്റോ എന്ന മൊത്തം സഖ്യത്തിന് പ്രാതിനിധ്യമില്ല. അമേരിക്ക എന്ന രാജ്യത്തിന് മാത്രമേ അതിൽ പങ്കാളിത്തമുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാലാം റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ യൂറോപ്പിൻ്റെ കൺസേൺസ് കൂടി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമോ? അതില്ലാതെ സമഗ്രമായ ഒരു പ്രശ്ന പരിഹാരം അവിടെ സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പാരലായി യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ 20 യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അടുത്ത ദിവസം സമ്മേളനം നടത്താൻ പോകുന്നു. അവിടെയും ചർച്ച യുക്രൈൻ വിഷയത്തിലാണ്. ഇനി യുക്രൈനെ സൈനികമായി സഹായിച്ചുകൊണ്ട് റഷ്യയെ തങ്ങൾ ഒറ്റയ്ക്കങ്ങ് പ്രതിരോധിച്ചു കളയാം എന്നാണ് യൂറോപ്പിൻ്റെ ആഗ്രഹമെങ്കിൽ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ, ഒരു മാക്രോ എക്കണോമിക് റിയാലിറ്റീസ് അത് സജസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള സാമ്പത്തിക ശേഷിയോ അതിനുള്ള വൈഭവമോ ഒരുപക്ഷെ ഇന്നത്തെ നിലയിൽ യൂറോപ്പിനുണ്ടാവില്ല. അമേരിക്ക എന്ന വലിയേട്ടൻ്റെ അചഞ്ചലമായ പിന്തുണ അവിടെ ആവശ്യമായി വരും. അതുകൊണ്ട് സങ്കീർണമാണ് യൂറോപ്പിലെയും സാഹചര്യങ്ങൾ. അതുകൊണ്ട് മൂന്നാം റൗണ്ട്, ഇപ്പോൾ നടക്കുന്ന മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ നാലാം റൗണ്ടിൽ ശാശ്വത പരിഹാരത്തിനുള്ള യൂറോപ്യൻ താല്പര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും താല്പര്യം സാധ്യമാക്കിക്കൊണ്ട് ഒരു കൺസെൻസസ്, ഒരു സമവായം, ഒരു ധാരണ അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ സന്നിഗ്ധ ഘട്ടം ഇപ്പോഴും കടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു.